പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഈ ലോകം മുഴുവൻ നിങ്ങളിൽ വിശ്വസിച്ചാലും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് നിങ്ങൾ തന്നെയാണ്. ആത്മവിശ്വാസക്കുറവ് അഥവാ സെൽഫ് ഡൗട്ട്, ഇത് നമ്മുടെ കഴിവുകളെ സ്വയം സംശയിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, മറ്റുള്ളവർ എന്നെക്കാൾ മിടുക്കരാണ്, ഞാൻ പരാജയപ്പെടും, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ പിന്നോട്ട് വലിക്കും. ഈ പ്രവാസ ലോകത്തെ മത്സരങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മുൻപുണ്ടായ ഏതെങ്കിലും മോശം അനുഭവത്തിന്റെ പേരിൽ നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണാൻ തുടങ്ങും. ഇത് നല്ല അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു വരുമ്പോൾ പോലും അതിനെ ഏറ്റെടുക്കാൻ നമ്മൾ ഭയപ്പെടും. നമ്മുടെ യഥാർത്ഥ കഴിവിന്റെ അടുത്തെത്താൻ പോലും ഈ ചിന്ത നമ്മളെ അനുവദിക്കുകയില്ല. ഈ ആത്മവിശ്വാസക്കുറവിനെ മറികടന്ന് സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ ചില വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വിജയങ്ങൾ ഓർത്തെടുക്കുക. ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിജയങ്ങളും എഴുതുക. അത് 10ാം ക്ലാസ് പാസ്സായതായിരിക്കാം, ആദ്യം ശമ്പളം വാങ്ങിയതാവാം, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിച്ചതാകാം. ഇങ്ങനെ നിങ്ങളുടെ കഴിവുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവനല്ല എന്നൊരു ബോധ്യം വരും. 2, നെഗറ്റീവ് സംസാരം നിർത്തുക. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിൽ തോന്നുമ്പോൾ ആ ചിന്തയെ ബോധപൂർവം ചോദ്യം ചെയ്യുക. എന്തുകൊണ്ട് പറ്റില്ല? മുമ്പ് ഇതിലും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലേ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർ നിങ്ങളായിരിക്കണം. 3, ചെറുതും നേടാൻ കഴിയുന്നതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. അതിനെ ചെറിയ ചെറിയ ഘട്ടങ്ങളാക്കി തിരിക്കുക. ഓരോ ചെറിയ ഘട്ടവും പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പടിപടിയായി വർദ്ധിക്കും. ഓർക്കുക, ആത്മവിശ്വാസം എന്നത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, അത് നിങ്ങൾ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക, ലോകം നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങളിലുള്ള ഏറ്റവും വലിയ കഴിവ് എന്താണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് പൊരുതുമ്പോൾ ചിലപ്പോൾ തളർന്നു പോയേക്കാം. അതുകൊണ്ട് ഒരു സൗഹൃദ വലയം എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. നാളെ പ്രവാസ ലോകത്തെ എങ്ങനെ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം.